ഹായ്. പൊതുവേ നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഓൾഡ് ഏജ് എന്നുള്ളത്. സോ ദർസ് ടു തിങ്സ്. ഗ്രോയിങ് ഓൾഡ് ആൻഡ് ഏജിങ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. ഈ ഗ്രോയിങ് ഓൾഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾഡ് ആവുക എന്നുള്ളത് ഒരു ചോയ്സാണ്. ഏജിങ് ഇസ് സംതിങ് ഇനവിറ്റബിൾ. നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കും, വർഷം തോറും നമ്മുടെ ന്യൂമറിക് ഏജ് കൂടിക്കൊണ്ടിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഗ്രോയിങ് ഓൾഡും ഏജും ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം വി ഡു നോട്ട് ഗെറ്റ് ഓൾഡ് because we age. We get old because we stop moving. ഞാനത് റീഫ്രേസ് ചെയ്യാണ്. വി ഡു നോട്ട് ഗെറ്റ് ഓൾഡ് ബിക്കോസ് വി ഏജ്. ഇൻസ്റ്റെഡ് വി ഗ്രോ ഓൾഡ് ബിക്കോസ് വി സ്റ്റോപ്പ് മൂവിങ്. ലൈക്ക് ഐ സേ, മൊബിലിറ്റി ഇസ് ലൈഫ്. നമ്മളെ ഏജിങ് അല്ലെങ്കിൽ ഓൾഡ് ഏജിനെ വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജിങ് പ്രോസസ്സ് മുഴുവൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പരിധി വരെ ബ്ലോക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് സ്ട്രെസ്സ് കൊടുക്കുക. ആസ് വി ഗ്രോ ഓൾഡർ വി ഗിവ് എ പോസിറ്റീവ് സ്ട്രെസ്. നെഗറ്റീവ് അല്ല, പോസിറ്റീവ് സ്ട്രെസ്. ആസ് ഇൻ എക്സസൈസുകൾ, ഗുഡ് ഡയറ്റ്സ്, നല്ല രീതിയിലുള്ള മൊബിലിറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓൾഡ് ഏജ്, വയസ്സായി എന്ന് പറയുന്ന ഓൾഡ് ഏജിനെ നമുക്കൊരു പരിധി വരെ നമുക്ക് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു പുതിയ കൺസെപ്റ്റ്, നിങ്ങളുടെ പുതിയ ഐഡിയ നിങ്ങളുടെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരികയാണ്. ക്ലോട്ടോ. ഓക്കെ, ഇറ്റ്സ് എ വെരി വിയേർഡ് വേർഡ്. ദിസ് ഈസ് എ പ്രോട്ടീൻസ് നെയിം. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ്റെ പേരാണ് ക്ലോട്ടോ. അത് ആക്ച്വലി ക്ലോട്ടോ പ്രോട്ടീനാണ്. ക്ലോട്ടോ എന്ന് പറയുന്ന ഒരു ജീനിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് ക്ലോട്ടോ. അത് ഇനീഷ്യലി കൺസിഡർ ചെയ്യുന്നത് ഒരു ഹോർമോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നൗ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ പ്രോട്ടീൻ. ഇനീഷ്യലി ഹോർമോൺ ആണെന്ന് വിചാരിച്ചിരുന്നത്, ഇപ്പോൾ ഒരു പ്രോട്ടീനാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കിഡ്നിയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ why I am saying this is because ക്ലോട്ടോ എന്ന് പറയുന്ന ആ പ്രോട്ടീനിന് ഒഫീഷ്യലി സയൻറ്റിസ്റ്റുകളും റിസർച്ച് വർക്ക്സുകളും കൂടി അതിന് കൊടുത്തേക്കുന്ന ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോട്ടീൻ എന്നുള്ളതാണ്. നമ്മുടെ പലതരത്തിലുള്ള ഏജിങ്ങിനെയും ഏജിങ്ങിനെ സംബന്ധിച്ചിടത്തുള്ള ചില ഡീജനറേറ്റീവ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുക ഡീജനറേഷനെ എല്ലാത്തിനെയും പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ക്ലോട്ടോ. ഹൗ ഇസ് ദിസ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെ? സോ ലൈക്ക് ഐ സെഡ്, ക്ലോട്ടോ പ്രൊഡ്യൂസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് കിഡ്നിയിൽ നിന്നാണ്. കിഡ്നിയിൽ നിന്ന് തന്നെയാണ് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ D3 വരുന്നത്. വൈറ്റമിൻ D3 ആക്ടിവേറ്റ് ആവുന്നു, വൈറ്റമിൻ D3 പ്രൊഡ്യൂസ് ചെയ്ത് ആക്ടിവേറ്റ് ആവുന്നത് കിഡ്നിയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ആക്ടിവേറ്റഡ് ആയ വൈറ്റമിൻ D3 ആണ് ക്ലോട്ടോനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൻറ്റി ഏജിങ് പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യാൻ വൈറ്റമിൻ D3യുടെ ലെവൽസ് ഒരു മെയിൻ റീസണാണ്. അതേപോലെ തന്നെ ഈ ക്ലോട്ടോൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽസ് ഓഫ് ക്ലോട്ടോ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യും. ഇതെങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് എക്സസൈസ്, റെഗുലർലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞത് ഞാൻ, മൊബിലിറ്റി ഈസ് ലൈഫ് എന്ന്. അപ്പം റെഗുലർലി മൂവ് ചെയ്യുന്നത് ക്ലോട്ടോ ലെവൽസിനെ കൂട്ടും. പിന്നെ കിഡ്നിയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ക്ലോട്ടോൻ്റെ പ്രൊഡക്ഷനും നല്ലതായിരിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ D3 ലെവൽസ് മെയിൻറ്റൈൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D3 വിൽ പ്രൊമോട്ട് ഓർ ആക്ടിവേറ്റ് ദീസ് ക്ലോട്ടോ പ്രോട്ടീൻസ്. ഈ ക്ലോട്ടോ പ്രോട്ടീൻസിന് ഇപ്പോഴത്തെ റിസർച്ച് വർക്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോ സയൻസ്, ആസ് ഇൻ ബ്രെയിൻ ഫങ്ഷൻസിനെയും നമ്മുടെ കാർഡിയാക് ഫങ്ഷൻസിനെയും എല്ലാം ഹെൽത്തി ഫങ്ഷൻസിന് വേണ്ടി, അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്തി ഫങ്ഷൻസിന് വേണ്ടി ഏറ്റവും സെൻറ്റർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ക്ലോട്ടോ എന്ന് പറയുന്ന പ്രോട്ടീൻ.